ഹലോ, മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഓഫീസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ വരൂ നമുക്ക് ഒരുമിച്ച് കാണാം. അവരുടെ ഫാമിലി ഡേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. ചെല്ലുമ്പോൾ തന്നെ റിസപ്ഷനിൽ ഇങ്ങനെയാണ്, അവിടെ ഒരു മാപ്പൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്പോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ കഫറ്റേരിയ. ഞങ്ങൾ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് കഫറ്റേരിയ അവിടെ ആരും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ഞി മിഠായി അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ ക്യൂബിക്കിൾ. ഇവിടെ നമുക്ക് ഇരുന്നോ അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നിന്നൊക്കെ വർക്ക് ചെയ്യാനുള്ള സ്ഥലം, അങ്ങനെ ആ രീതിയിൽ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഫാമിലി ഡേ ആയതുകൊണ്ട് ആരും വർക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. ഇത് അങ്ങനെ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെയിൽ ആർട്ട്, നെയിൽ പെയിൻറ്റ്, നമുക്ക് ഇഷ്ടമുള്ള കുറേ നെയിൽ പോളിഷ് കളറുകൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചൂസ് ചെയ്യാം. അപ്പോൾ മോൾ ഈ കളറാണ്, ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. അത് കേട്ട കാരിക്കേച്ചറായിരുന്നു നെക്സ്റ്റ് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അതാ ഇതുപോലെ മോൻ അത്ര ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. അവന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇത് ബോറടിച്ച് തുടങ്ങി. മോള് കുറച്ചുകൂടി ക്ഷമയോടെ ഇരുന്നു. ഇങ്ങനെയാണ് മോൻ്റെ വന്നത്. മോൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നല്ല പേഷ്യൻസോട് കൂടി ഇരുന്ന് നല്ല അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മളാണ് എന്ന് തോന്നുന്ന പോലെ ഏകദേശം അവരുടെ ഫോട്ടോ നന്നായി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ കാരിക്കേച്ചറിന് അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. ബാക്കി ഇങ്ങനെ ചാടാനും ഓടാനും ഒന്നും അധികം പേരുണ്ടായിരുന്നില്ല. പക്ഷേ കാരിക്കേച്ചറിന് കുറേ നേരം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഇത് ഫിനിഷ് ചെയ്ത് അവസാനം കിട്ടിയത്. ഇതുപോലെയാണ് അവസാനം ഫൈനൽ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഫറ്റേരിയയിലേക്ക് പോയി. ഇത് ഫുഡ് നമുക്ക് ഫ്രീ ആയിരുന്നു. എല്ലാ ടൈപ്പ് ഫുഡും അതിൻ്റെ എത്ര ഗ്ലൂട്ടൻ ഉണ്ട്, എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ട് അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും കൂടിയിട്ട്. ഹെവി ഫുഡ് ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചൊന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും ചുറ്റോട് ചുറ്റും. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ ബിൽഡിങ്ങും അതൊക്കെ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ വീണ്ടും ഇതുപോലെ അവിടെ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. കുട്ടികൾക്ക് വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് മാജിക് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ മാജിക് ഷോ നടത്തുന്നുണ്ടായിരുന്നു. നിറച്ച ആളുകളുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടി. കുട്ടികൾക്ക് മാജിക് ഷോ എപ്പോഴും ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ഇങ്ങനെ അവർ ഇങ്ങനെ കുട്ടികളെയൊക്കെ സ്റ്റേജിലേക്ക് വിളിക്കും. അപ്പോൾ നമ്മുടെ മോളും ഓടിപ്പോയി. കുറേ നല്ല ഇഷ്ടമായി കുട്ടികൾക്ക് എല്ലാവർക്കും. അവസാനം എന്നെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തല്ലായിരുന്നു അവിടെ. ഏറ്റവും ലാസ്റ്റ് വന്ന എല്ലാവർക്കും അവരൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് അവർ അവസാനം ഈ പ്രോഗ്രാം അവസാനിപ്പിച്ചത്, വൈൻഡപ്പ് ചെയ്തത്. വീട്ടിൽ വന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൽ അവർ കുറച്ച് കുട്ടികൾക്കുള്ള ക്രയോൺസ് അങ്ങനത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു വാട്ടർ ബോട്ടിലാണ്. അതിൽ നമുക്ക് ടെമ്പറേച്ചർ, എത്ര ടെമ്പറേച്ചറാണ് ഇപ്പോൾ അതിലിരിക്കുന്ന വെള്ളത്തിന് എന്നുള്ളത് കാണിക്കുമായിരുന്നു. അതിൽ മൈക്രോസോഫ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ പിറ്റേ ദിവസം തൊട്ട് തന്നെ സ്കൂളിലേക്ക് ഇത് കൊണ്ടുപോകാൻ തുടങ്ങി.